ഒരു മൂലകത്തിന്റെ ബാഹ്യ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. ആറ്റം തിരിച്ചറിയുക. n = 2, l = 0, m = 0, s = +1/2. n = 2 എന്ന് പറയുന്നത് എന്താണ്? n = 2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് n-നെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ n = 3 ആണെങ്കിൽ അത് മൂന്നാമത്തെ ഷെല്ലിൽ അടങ്ങിയിരിക്കും. 4 ആണെങ്കിൽ നാലാമത്തെ ഷെല്ലിൽ. അപ്പോൾ നമുക്ക് അതിന് n = 2 എന്ന് കൊടുക്കാം. l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. l = 0. l = 0 ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? l = 0 ആണെങ്കിൽ l = 1 ആണെങ്കിൽ നമുക്കത് ഡംബൽ ഷേപ്പ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ സ്പിൻ ഷേപ്പാണിത്. l = 2 ആണ് വരുന്നതെങ്കിൽ അത് ഡബിൾ ഷേപ്പിലായിരിക്കും. ഇത് l = 0 എന്ന ഷേപ്പായതുകൊണ്ട് ഇതിനെ സ്പിൻ ഷേപ്പായിരിക്കും ഇതിന്. m = 0 എങ്കിൽ എമ്മിന് പോസിബിളായിട്ട് 0 ആണ്. അതിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ് m എന്ന് പറയുന്നത്. അത് 0 ആണ്. അത് മിക്ക ഇലക്ട്രോൺസിനും 0 ആയിരിക്കും തന്നിരിക്കുന്നത്. അടുത്തത് s = +1/2 ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? s = +1/2 ഉണ്ട്, -1/2 ഉണ്ട്. നമുക്ക് അറിയാം s എന്ന് പറഞ്ഞാൽ സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ സ്പിന്നിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ അത് പ്ലസ് ആയിരിക്കും, ചിലപ്പോൾ അത് മൈനസ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n = 2 അത് രണ്ടാമത്തെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നു. l = 0 ആണ്. 0 ആണെങ്കിൽ അത് സ്പിന്നാണ്, s ആണ്. s = +1/2 മൊത്തം മുഴുവനും അടങ്ങിയിട്ടില്ല. s നമുക്കറിയാം 2 എണ്ണമുള്ള മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഇതിൽ s = 1/2 ആണ്. ഫുൾ അടങ്ങിയിട്ടില്ല, ഒരെണ്ണം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാഹ്യതമായ ഷെല്ലിൻ്റെ ഇതെന്ന് പറയുന്നത് 2s1 ആണ്. അപ്പോൾ നമുക്കറിയാം 1s2 2 അടങ്ങിയിട്ടില്ല, 2s1 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അറിയാം 2 + 1 3. മൊത്തം 3 ഇലക്ട്രോൺസ് അടങ്ങിയിരിക്കുന്നു. 3 ഇലക്ട്രോൺസ് ഉള്ള ഏതാണ്? ലിഥിയമാണ് ആൻസർ ലിഥിയം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വിവരം അറിഞ്ഞതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.